ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൽഫാനായ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ന്യൂഡ് ലിപ് ക്രയോൺസിൻ്റെ സ്വാച്ചസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തത് അനുസരിച്ചിട്ട് ഞാൻ വാങ്ങിയ ലിപ് ക്രയോൺസ് ആണ്. ഇത് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി വൈകി, വേറെ ഒന്നുമല്ല, വർക്കിൻ്റെ കാര്യങ്ങളുമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. സോ നിങ്ങൾക്കും നോക്കിയാൽ അറിയാം, 2 മാസമായി ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. സോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്വാച്ച് എന്ന് പറയുന്നത് സിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന 23 ചോക്കോബാറും പിന്നെ 22 കോഫി എന്ന് പറയുന്ന ഈ 2 ഷെയ്ഡ്സാണ് കേട്ടോ ഞാൻ ഇന്ന് സ്വാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 2 ഷെയ്ഡും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഏകദേശം ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. മനസ്സിലായോ? ഏകദേശം ഒരേ ഷെയ്ഡ് തന്നെയാണ് ഇവർ 2 പേരും വരുന്നത്. പിന്നെ നമുക്ക് ഈ ലിപ് ക്രയോൺസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ലിപ്പിലിങ്ങനെ ഓയിലി ഫീൽ ആയിട്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ എന്താ പറയുക, ഇതങ്ങോട്ട് ഡ്രൈ ആയി പോകുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്വാച്ചസ് കാണിച്ച് തരാം. നോക്കി കണ്ടും വരച്ചില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്. വളരെ പതുക്കെ സൂക്ഷിച്ച് യൂസ് ചെയ്യാനായിട്ടേ പറ്റത്തുള്ളൂ. സോ ക്യാപ്പിൻ്റെ തലയും വരും മനസ്സിലാവുന്നില്ല എന്നേ. ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് കോഫിയാണ് കേട്ടോ. ഇതാണ് കോഫി എന്ന് പറയുന്ന ഷെയ്ഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചോക്കോബാർ ആണ്. ഇതാണ് ചോക്കോബാർ. ഇത് ഒരു കുറച്ചും കൂടെ ഒരു ഓറഞ്ചിഷ് ആണ്. ഇത് കുറച്ചും കൂടെ ഒരു റോസ് ടച്ച് വന്നിട്ടുള്ളതാണ്, പീച്ച് ടച്ച് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഓറഞ്ചിഷ് എന്ന് പറയുമോ അതോ ഒരു ബ്രൗൺ കളർ ഇച്ചിരി കൂടി വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 ഷെയ്ഡും എന്ന് പറയുന്നത്. ഈ 2 ഷെയ്ഡും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കിത് സ്യൂട്ടാകുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. നമുക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഒരു 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. വാസ്ലിൻ യൂസ് ചെയ്തിട്ടാണ് ഞാനെപ്പോഴും ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാറ്. ഈ 2 ഷെയ്ഡും ഇടുമ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവരെ മര്യാദക്ക് ഇടാനായിട്ടൊരു സൊല്യൂഷനൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഇടും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ കാണുന്ന പല ലിപ്സ്റ്റിക്സും പല വീഡിയോസിലും ഞാൻ ബെയർ സ്കിന്നിലാണ്, ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഷെയ്ഡ് ചോക്കോബാർ ആണേ. ഓക്കെ, പല്ലിലായി. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആ വാസ്ലിൻ ഇട്ടിട്ട് കളഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ ലിപ്പിൽ മോയ്സ്ചറൈസിങ് ഉണ്ട് കേട്ടോ. വാസ്ലിൻ അങ്ങനെ ഒരു ഗുണമുണ്ട്, ആ മോയ്സ്ചറൈസിങ് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. കറണ്ടില്ല എന്നല്ല, ഫാൻ ഇട്ടിട്ടില്ല സൗണ്ട് കാരണം, അതുകൊണ്ട് വേർക്കുകയാണ് കണ്ടു. ഓക്കെ, ഇതാണ് അവസ്ഥ. ഇതാണ് ഈ ചോക്കോബാർ എന്ന് പറയുന്ന ഷെയ്ഡിൻ്റെ അവസ്ഥ. വാഷ് ഔട്ടിങ് ആണ് എനിക്ക്. നിങ്ങളിപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുന്ന മിററിലാണ് ഞാൻ നോക്കുന്നത്. ഇത് വാഷ് ഔട്ടാണ്. ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പോലെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഇതിട്ടിട്ട് ഞാൻ പുറത്ത് പോവില്ല. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും പുറത്ത് പോവില്ല. വേറെ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിടാം. ലിപ് ലൈനൊന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇട്ടിട്ടൊക്കെ പോകാം. അല്ലാതെ ഒരിക്കലുമില്ല ഗൈസ്, ഒരിക്കലുമില്ല. ഞാനിത് തനിയെ ഇട്ടിട്ട് പുറത്ത് പോവില്ല. ഇതും റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വാസ്ലിൻ ആവശ്യമാണ് കേട്ടോ. വാസ്ലിൻ തേച്ചിട്ട് നമ്മളൊരു ടിഷ്യൂ വെച്ച് ഇങ്ങോട്ട് തുടച്ചെടുത്തതിന് കറക്റ്റ് വെട്ടിങ് പോകുന്നോളും. പിന്നെ ഇന്നിപ്പോൾ 1-2 വീഡിയോസായി എടുക്കുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നും ഞാനും ഒക്കെ ഭയങ്കര ടയേർഡാണ്. എൻ്റെ പൊന്നോ, വല്ലാതെ വേർക്കുന്നു. ഡിസംബർ മന്താന്നൊക്കെ വെറുതെ പറയുന്നതാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഈ ഷെയ്ഡ് വന്നിട്ട് കോഫിയാണ് കേട്ടോ. കോഫി എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇനി നമ്മൾ ഇട്ട് നോക്കാനായിട്ട് പോകുന്നത്.
ഓക്കെ. പയ്യെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാവരും ഒടിയും. കണ്ടോളൂ ഗൈസ്, ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. എൻ്റെ മുഖം ഏതാണ്ട് മറ്റേ നമ്മുടെ സിനിമയിൽ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, കൊച്ചിനരിഫേനെ മറ്റേ കുതിര വന്നിട്ട് ഉമ്മ വെക്കില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ചുണ്ട് എന്ന് പറയുന്നത്. റെഡ് കളറല്ല എന്ന് മാത്രമേ ഉള്ളൂ. വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഷെയ്ഡും. ഇത് എനിക്ക് തോന്നുന്നു ഇത്തിരി ഡള്ളാണല്ലോ ഞാൻ, അതുകൊണ്ടായിരിക്കും. ഇത്തിരി ഡാർക്കർ സ്കിൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്നത്. ഇത് എന്തായാലും വെളുത്തവർക്ക് നന്നായിട്ട് ചേരും. ഇത് ഫെയർ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ലിപ് ക്രയോൺസ് ആണ്. ഈ രണ്ട് ഷെയ്ഡും വെളുത്തവർക്ക് നന്നായി ചേരും. പിന്നെ നമുക്കിത് യൂസ് ചെയ്യാം വേറെ ഷെയ്ഡുമായിട്ട് മിക്സ് ചെയ്തിട്ട്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇത് ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺസിന് സ്യൂട്ടാവും. കാരണം അയർ വന്നിട്ട് കുറച്ചൊക്കെ ഒരു ലിറ്റിൽ ബിറ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെറുതായിട്ട് സ്യൂട്ടാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഡീപ്പറും അല്ല വൈറ്റും അല്ലാതെ നമ്മളിങ്ങനെ നടുക്ക് നിൽക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ഡസ്കി സ്കിൻ ടോൺ, അതുപോലെ ഇരുണ്ട നിറം, ഇരുനിറം എന്നൊക്കെ പറയുന്നത്, നമുക്കിത് ഒട്ടും സ്യൂട്ടാവില്ല. വെറുതെ വാങ്ങി കാശ് കളയണ്ട. ഇതെന്തായാലും ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. എന്തായാലും ഇതിന് ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കൂടെ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കിത് ആ വീഡിയോയും കൂടെ എന്താ ഞാൻ ഇപ്പോൾ പറയുന്നത്, ഓക്കെ, ആ വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.